വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശം. അവർ ജെറൂസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലീവ് മലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അയച്ചുകൊണ്ട് വരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ കുറിച്ചു നിരത്തി. അവന്റെ മുൻപിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറൂസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി. എല്ലാം കണ്ടതിനു ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബദനിയായിലേക്ക് പോയി. യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ ആധ്യാത്മികത. യേശു തന്റെ രക്ഷാകര ദൗത്യത്തിന്റെ ആധികാരികതയെയും തനിമയെയും ജനങ്ങളുടെ മധ്യേ പ്രതീകാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്നതായിട്ട് വേണം ഇന്നത്തെ സുവിശേഷം നമ്മൾ മനസ്സിലാക്കാൻ. താൻ തന്റെ ശിഷ്യന്മാരോടൊത്ത് ജെറൂസലം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയിലാണ്. ജെറൂസലത്തിന്റെ പ്രാന്തപ്രദേശമായ ബെഥാനിയ എത്തിച്ചേർന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അഭൂതപൂർവമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അവരിൽ 2 പേരെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പറഞ്ഞുവിടുന്നു. അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണും. ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും നിങ്ങളുടെ പ്രവർത്തികളിൽ ഇടപെടുകയും അതിനെ തടസ്സപ്പെടുത്താനും ശ്രമിക്കുകയാണ് എന്ന് വരികിൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന വാചകം അവരോട് പറയണം എന്നും ഉള്ള നിർദ്ദേശത്തോടു കൂടെ 2 പേരെ യേശു ഗ്രാമപ്രദേശത്തേക്ക് പറഞ്ഞുവിടുന്നു. ശിഷ്യന്മാർ യേശുവിന്റെ നിർദ്ദേശം അക്ഷരശ അനുസരിക്കുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ട കഴുതയുടെ അടുത്ത് നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരോടും അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടങ്ങളോടുമായിട്ട് പറയുന്നു, ഇനി ജെറൂസലത്തേക്കുള്ള എന്റെ യാത്ര ഈ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടാണ്. എന്തോ പ്രേരണ കൊണ്ട് എന്ന വിധത്തിൽ ജനങ്ങൾ യേശുവിന്റെ ഈ വാക്ക് കേട്ട ഉടനെ തന്നെ പലതരം തുണിത്തരങ്ങൾ ഈ കഴുതയുടെ പുറത്ത് വിരിക്കുകയും യേശു ആ കഴുതപ്പുറത്ത് കയറാൻ സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് വേണം വിചാരിക്കാൻ. ഉത്പ്രേരണയാൽ പ്രചോദിതമായിട്ട് എന്ന വിധത്തിൽ ആ നാട്ടിൽ ജനങ്ങൾ യേശുവിന്റെ പക്കൽ ഓടിക്കൂടും. നിമിഷ നേരങ്ങൾ കൊണ്ട് അതൊരു ഗംഭീരമായിട്ടുള്ള റാലിയുടെ പ്രകടനമായിട്ട് തീർന്നു. നിമിഷങ്ങൾക്കകം മുദ്രാവാക്യങ്ങൾ, ആർത്തുവിളികൾ, ആഘോഷങ്ങൾ, ജനസമൂഹം ഇളകിമറിഞ്ഞു. ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന, ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവനെ ഹോസാന എന്ന് പറഞ്ഞുള്ള ആർത്തുവിളികളും ജൈവിളികളുമായി യേശു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് വളരെ ആഘോഷപൂർവം തന്നെ എന്ന് തോന്നത്തക്ക വിധത്തിൽ, എന്നാൽ ഒരു വൈരുദ്ധ്യം മറ്റുള്ളവരുടെ മുമ്പിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ആ വിജയ
പ്രതാപത്തോടുകൂടിയുള്ള യാത്ര കുതിരപ്പുറത്ത് എന്നതിന് പകരം കഴുതപ്പുറത്ത് കയറിയ ആ വിജയത്തിന്റെ ആഘോഷമായ രാജകീയമായ യാത്ര യേശു ജെറൂസലം ദേവാലയത്തെ ലക്ഷ്യമാക്കി നടത്തുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടെ എത്തിച്ചേർന്ന ആ റാലി ദേവാലയത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ യേശു ആഘോഷപൂർവ്വം തന്നെ ആ കഴുതക്കുട്ടിയുടെ പുറത്തിൽ നിന്ന് താഴെയിറങ്ങുന്നു. ആധികാരികതയോടുകൂടി തന്നെ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാം ചുറ്റി നടന്ന് നിരീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് നമ്മോട് പറഞ്ഞു തരുന്നു സമയം വൈകുന്നേരമായി എന്ന്. ഇവിടെ ഒരുപാട് പ്രതീകങ്ങൾ സുവിശേഷൻ ഉൾക്കൊള്ളിച്ചതായിട്ട് വേണം വിചാരിക്കാൻ. സമയം വൈകുന്നേരമായി എന്ന് ഉള്ള തിരിച്ചറിവിൽ യേശു പ്രത്യേകമായി ഒന്നും ദേവാലയത്തിൽ ചെയ്യാതെ തന്നെ കഴുത കുട്ടിയുടെ പുറത്ത് കയറിക്കൊണ്ടുള്ള ആ യാത്ര എവിടെ നിന്ന് ആരംഭിച്ചുവോ ആ ബത്തനിയായിലേക്ക് തിരിച്ചു പോയി എന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാ തരത്തിലും പ്രതീകാത്മകമായിട്ടുള്ള തന്റെ രക്ഷണീയ കൃത്യത്തിന്റെ ഒരു അവതരണമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. താൻ ആരാണെന്നും തന്റെ അധികാരം എന്താണെന്നും അധികാരത്തിന്റെ ആധികാരികത എങ്ങനെയുള്ളതാണെന്നും ഒക്കെ തെളിയിക്കത്തക്ക വിധത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള യേശുവിന്റെ ഒരു പ്രവർത്തന ശൈലി. യേശു തന്റെ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ സൂചനകളും അടയാളങ്ങളും ജനങ്ങളുടെ മധ്യേ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ മാനസരായ ജനങ്ങൾക്ക് അവ യഥാവിധി മനസ്സിലാക്കുന്നതിനോ അതിനനുസരിച്ച് പ്രതികരിക്കുന്നതിനോ സാധിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലും യേശു നൽകുന്ന സൂചനകളും അടയാളങ്ങളും തിരിച്ചറിയാനുള്ള ഉൾവിളി നാം സമ്പാദിക്കേണ്ടതുണ്ട് എന്നും ആ ഉൾവിളിക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കേണ്ടത് എന്നും ഉള്ള സന്ദേശം ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നാം സമാഹരിച്ചെടുക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ.